24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരളയാത്ര പര്യടനം തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പര്യടനമാണുള്ളത്. സൈലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് തത്സമയം. അയ്യോ, നിങ്ങളാ വരേണ്ടത്. കാരണം ഞങ്ങളൊക്കെ പാട് കിളവന്മാരായിപ്പോ ഇന്നോ നാളെ നമ്മൾ ഇരിക്കുന്നവരാ. ഞങ്ങൾ അടിച്ചങ്ങ് പോവും. നിങ്ങളൊക്കെയാണ് വരേണ്ടത്. നിങ്ങൾ വന്നാലേ. കാരണം എന്താണെന്നറിയാമോ, ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ 600 കേസുകൾ എടുത്തപ്പോൾ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. അതിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത്തരം രാസലഹരി ഉപയോഗിക്കും. 4ാം ക്ലാസ് വെച്ചാൽ 9 വയസ്സ് പ്രായമുള്ള കുട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ 17% പെൺകുട്ടികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ രാസലഹരി കഴിച്ചാൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഒരു 7 കൊല്ലം കൂടെയൊക്കെ പോകും ആയുസ്. അതിന് മുമ്പ് അടിച്ചങ്ങ് പോവും. 7 കൊല്ലം, ഒരു 7 വർഷം. അപ്പോൾ മാത്രമല്ല, മാനസിക രോഗം ബാധിച്ച ആളുകളെ നിങ്ങൾ കണ്ടുണ്ടാകും. മനോരോഗം ബാധിച്ച ആൾക്കാരെ ഏകദേശം മനോനില തെറ്റി മനോരോഗം ബാധിച്ച ആളുകളെക്കാളും കഷ്ടമായിരിക്കും ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. സ്വസ്ഥബുദ്ധി വർക്ക് ചെയ്യത്തില്ല, തലച്ചോറിലൊന്നും നടക്കത്തില്ല, കുറേ മിന്നൽ പിണർ മാത്രം കാണും. എല്ലാം ഹാലുസിനേഷൻസാണ്, ദുസ്വപ്നങ്ങൾ കണ്ട്. നമ്മളിവരെയൊക്കെ നേരിട്ട് അടുത്ത് പോയി എന്നാൽ ഭയചകിതരായിട്ട് ഇവർ നോക്കും. കണ്ണുകളിങ്ങനെ പുറത്തോട്ട് എഴുന്നള്ളി വരുന്നത് പോലെ നമുക്ക് തോന്നും. വല്ലാത്ത ഉത്കണ്ഠയാണ് എപ്പോഴും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്രമവാസന കൂടുതലായിരിക്കും. കൺമുന്നിൽ കണ്ടാൽ അമ്മയായാലും പെങ്ങളായാലും അവർ കത്തിയെടുത്ത് കുത്തും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ കുട്ടികളില്ല, രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളില്ലെങ്കിലും ഭയപ്പെടുത്തുന്നൊരു ഭാവി നമ്മളെ വേട്ടയാടുന്നുണ്ട്. അതായത് ഇതൊക്കെ കഴിച്ച് ലഹരി മൂത്ത് നടക്കുന്ന ആളുകൾ അക്രമവാസന പെരുകിയിട്ട് കൊലക്കത്തിയുമായിട്ട് നമ്മളെ നേരിട്ടൊന്ന് വരും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പം അയലത്ത് ഉള്ളവനായിരിക്കും വാതിലും ചവിട്ടി പറിച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുക. സിനിമാ തിയേറ്ററിൽ പോയി നിൽക്കുമ്പോഴോ, ബസ് സ്റ്റാൻഡിൽ വണ്ടി കാത്ത് നിൽക്കുമ്പോഴോ, ട്രെയിനിൽ കയറി ഇരിക്കുമ്പോഴോ ഇത്തരം ലഹരി മരുന്നിന് അടിമയായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അവർ നമ്മുടെ സമാധാന ജീവിതം കെടുത്തി കളയും. അപ്പോൾ ഈ സമാധാന ജീവിതം കെടുത്താൻ നമ്മൾ അനുവദിച്ചുകൂടാ. കാരണം ഈ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ കാലാവസ്ഥയും നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹം, സന്തോഷം, സൗഹൃദം, വാത്സല്യം ഇതൊക്കെ വളരെ കൂടുതലുള്ളൊരു മണ്ണാണ്. അപ്പോൾ ഈ മണ്ണിൽ നമുക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല എന്ന് വരാൻ പാടില്ല. മാത്രമല്ല, ഒരു 7, 8, 10 വയസ്സൊക്കെ ഉള്ള ഒരാളെ കൂൾ പോലെയുള്ള ചില മിഠായികളൊക്കെ ലഹരി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വശംവദരാക്കി കുറേശ്ശെയായിട്ട് തീവ്രമായിട്ടുള്ള ലഹരി കൊടുത്ത് അവസാനം രാസലഹരി, നമ്മൾ മോമനെ പേരിട്ട് വിളിക്കുന്ന സിന്തറ്റിക് ലഹരികൾ കൊടുത്ത് ആളുകളെ നശിപ്പിച്ച് കളയുക. ഞങ്ങൾ വയനാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു MDMA-കാരനെ കണ്ടുമുട്ടി സന്ദർഭവശാൽ. അവൻ ചോദിച്ചു, സാധനം വേണേൽ 1 മണിക്കൂറിനകം നമ്മൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അതായത് കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു പാലത്തിൽ നിൽക്കുമ്പോഴാണ് അവനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സഹൃദയനായ VP ഉണ്ണികൃഷ്ണൻ അയാളോട് പറയുന്നത്, 3 പെൺമക്കളുടെ പിതാവല്ലേ, താങ്കൾ ഈ പണി ചെയ്താൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം കുറച്ച് കാശ് ആവശ്യമുണ്ട്, അത് കിട്ടിയാൽ ഞാൻ പണി നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN40 കേരള യാത്ര തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പര്യടനം സൈലത്താണ് ഇപ്പോൾ ഉള്ളത്.